അതുകൊണ്ട് ഇനി ദേവസ്വം ബോർഡ് മന്ത്രിമാരാവാൻ ആരും തയ്യാറാവില്ല. കാര്യം നമ്മുടെ ചേട്ടൻ പറയുന്നത് ഇത് ആരോപണ അവസാനം ദേവസ്വം മന്ത്രിയിൽ പോയി നിൽക്കുമെന്നാണ്. അല്ല, ദേവസ്വം മന്ത്രി എടുത്തു കഴിഞ്ഞാൽ കാര്യം ഈ ശ്രീ വാസവൻ തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ, അതിന് മുമ്പുള്ള ഇലക്ഷനിൽ പി സി ജോർജിന് വേണ്ടിയിട്ട് കോട്ടയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് മറിക്കുകയും ഏറ്റവും കൂടുതൽ പൈസ പി സി ജോർജിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തത് വാസവനാണെന്ന് പി സി ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പി സി ജോർജിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ വിവരം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ആ സമയത്ത് ശ്രീ പിണറായി വിജയൻ നേരിട്ട് പോയി പൂഞ്ഞാറ് പോയി പാർട്ടി കമ്മിറ്റി വിളിച്ചിട്ടാണ്, കോട്ടയത്ത് പോയി പാർട്ടി കമ്മിറ്റി വിളിച്ചിട്ടാണ് വാസവനെ പി സി ജോർജിൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുന്നത്. അപ്പം വാസവൻ എന്തുമാത്രം വലിയൊരാളായിരിക്കും, വലിയ മീനാണ് കോട്ടയത്ത്. അപ്പോൾ അവിടെ അദ്ദേഹം അറിയാതെ അവിടെ ഒന്നും നടക്കത്തില്ല. മിനിസ്റ്റർ മാത്രമല്ല, മിനിസ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് സജി ചെറിയാനുണ്ട്. ഇവരെല്ലാവരും അറിയാതെ ഇതൊന്നും നടക്കത്തില്ല. പാർട്ടിക്കകത്ത് അറിയാതെ ഇതൊന്നും നടക്കത്തില്ല. ചെമ്പ് പാളിയായാലും സ്വർണ്ണപ്പാളിയായാലും പോയിട്ടുണ്ടെങ്കിൽ അത് പോയത് തന്നെയാണ്. ഇത് മാത്രമല്ല, അപ്പത്തിൽ അരമണി ഞാൻ പറഞ്ഞ കണക്കേ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ അതിന് മനസ്സിലാക്കുക? CPM ഈ അങ്ങനെ ഇത്രയും അഴിമതി കഥകളിൽ പെടാത്തതാണല്ലോ. അഴിമതി ഉണ്ട്, പക്ഷേ ഇത്രയും വലിയ അവര് അഴിമതി ചുവന്ന ചായം പൂശു എന്നുള്ളേ ഉള്ളൂ. അഴിമതി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ചില വ്യക്തിപരമായിട്ടുള്ള ആൾക്കാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.